ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച APP MP സഞ്ജയ് സിംഗ് ഉടനെ ജയിൽ മോചിതനാകും. സഞ്ജയ് സിംഗിന്റെ വൈദ്യപരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇന്നലെയാണ് സുപ്രീംകോടതി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചത്. തിഹാർ ജയിലിന് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ആം ആദ്മിയുടെ MP സഞ്ജയ് സിംഗ് 6 മാസത്തിനു ശേഷമാണ് ഇന്ന് ജയിൽ മോചിതനാകുന്നത്. ആം ആദ്മിയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അല്പം മുൻപ് ആം ആദ്മിയുടെ പ്രവർത്തകർ ഈ തിഹാർ ജയിലിന് മുൻപിൽ സംഘടിച്ച മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. ഇപ്പോൾ ആം ആദ്മിയുടെ പ്രവർത്തക നമ്മളോടൊപ്പം ചേരുകയാണ്. ആജ് സഞ്ജയ് സിംഗ് तिहार जेल से बाहर आएगा, कैसे देख रहे हैं? वैसे तो बहुत बहुत धन्यवाद करती हूँ मैं सुप्रीम कोर्ट को, जो उन्होंने संजय सिंह को राहत दी। जैसा कि हम सभी लोग जानते हैं, कुछ महीनों पहले संजय सिंह ने एक प्रेस कॉन्फ्रेंस की थी, जिसमें साफ साफ उन्होंने कहा था कि ED चाहती है कि इसमें ज़बरदस्ती मेरा नाम लाया जाए, और ऐसा हुआ भी। जबरन उनका नाम इन सब चीज़ों में लाया गया, और उसके बाद आज परिणाम दिख रहा है कि वो पूर्ण रूप से बेगुनाह है, तभी उनको जमानत मिली है। जैसा कि भाजपा पूर्ण रूप से हावी है अपनी सारी जो भी संस्थाएं हैं, ED हो चाहे CBI हो, उसके द्वारा वो आम आदमी पार्टी के सभी सीट्स के लीडरों को जानबूझ के इंटेंशनली घेर रही है। जैसे आज संजय सिंह जी बाहर आ रहे हैं जमानत पे, वैसे ही हमारे और भी जो नेता है, सत्येंद्र जैन जी, मनीष सिसोदिया जी, अरविंद केजरीवाल जी, वो भी जल्द से जल्द बाहर आएंगे, और इसके लिए हम सुप्रीम कोर्ट का बहुत बहुत आभार करते हैं. തീർച്ചയായിട്ടും പ്രവർത്തകർ ആകെ സന്തോഷത്തിലാണ്. അവർ പറയുന്നത് ED ഉപയോഗിച്ച് ആം ആദ്മിയെ തകർക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. അവരുടെ മുതിർന്ന നേതാക്കളെല്ലാം ഉടൻ തന്നെ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പ്രവർത്തകർ ഇപ്പോൾ 24 പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 4:30 തന്നെ സഞ്ജയ് സിംഗ് ജയിൽ മോചിതനാകും എന്നുള്ള വിവരങ്ങളാണ് ജയിൽ അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ILBS ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന, അവസാനഘട്ട വൈദ്യപരിശോധന നടത്തിയത്. അതിനുശേഷം സഞ്ജയ് സിംഗിന്റെ മകൾ തന്നെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനെ ആഘോഷമാക്കുന്നില്ല. കാരണം ആം ആദ്മിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ കൂടി ജയിൽ മോചിതരായ ശേഷമായിരിക്കും ഇത് ആഘോഷമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സഞ്ജയ് സിംഗിന്റെ മോചനം അത് ആം ആദ്മിക്ക് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. സഞ്ജയ് സിംഗിന് എന്തായാലും ജാമ്യം നൽകുമ്പോൾ വിചാരണ കോടതി ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് പാസ്പോർട്ട് അത് കോടതിയിൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഡൽഹിക്ക് പുറത്ത് പോകണമെങ്കിൽ അത് അന്വേഷണ ഏജൻസി അറിയിക്കണം. ആ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറേണ്ടതുണ്ട്. അങ്ങനെയുള്ള നിബന്ധനകൾ നൽകിക്കൊണ്ടാണ് സഞ്ജയ് സിംഗിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും 4:30 സഞ്ജയ് സിംഗ് തിഹാർ ജയിലിന് പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തിഹാർ ജയിലിന് മുൻപിൽ നിന്നും ക്യാമറാമാൻ മോഹൻ കുമാറിനോടൊപ്പം അച്യുതൻ 24.